എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗാസ്റ്റായ നീൽ ആംസ്ട്രോങ്ങിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സമൂഹം സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആദ്യം തന്നെ ചന്ദ്രദിനത്തിന്റെ ആശംസകൾ നേരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എന്നോട് ചോദിക്കുവാനായി തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഞാൻ കണ്ടു. എല്ലാവരും വളരെ നന്നായി തന്നെ ചോദ്യങ്ങൾ എല്ലാം തയ്യാറാക്കി. അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി. നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ ആണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ അയച്ചുതന്ന ചോദ്യങ്ങളിൽ കൂടുതൽ കുട്ടികളും ചോദിച്ചത് ചന്ദ്രനിൽ കാലുകുത്തിയ നിമിഷത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളും മനസ്സിലെ വികാരങ്ങളും എന്തായിരുന്നു എന്നാണ്. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വെറും ഒരു ചുവടുവെപ്പ് മാത്രമാണ്. എന്നാൽ മനുഷ്യരാശിക്ക് ഇത് ഒരു കുതിച്ചുചാട്ടമാണ്. ചന്ദ്രനിൽ ഇറങ്ങുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അസാധാരണ നിമിഷമായിരുന്നു. ഞങ്ങളുടെ വിജയകരമായ ദൗത്യം വർഷങ്ങളോളം നീണ്ട ടീം വർക്കിന്റെയും നവീകരണത്തിന്റെയും അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിന്റെയും തെളിവായിരുന്നു. ചന്ദ്രോപരിതലത്തിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ എനിക്ക് ഒരു വലിയ നേട്ടവും വിസ്മയവും അനുഭവപ്പെട്ടു. വിജനതയും നിശബ്ദതയും ഞാൻ ഭൂമിയിൽ അനുഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. എന്റെ ബൂട്ട് പൊടിപിടിച്ച നിലവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. നമ്മുടെ മനോഹരമായ നീലഗ്രഹം ബഹിരാകാശ ശൂന്യതയിൽ തൂങ്ങിക്കിടക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച അതായിരുന്നു. കുറഞ്ഞ ഗുരുത്വാകർഷണം കാരണം ഓരോ ചലനത്തിനും ജാഗ്രത ആവശ്യമാണ്. ഭൂമിയിൽ നമ്മൾ പരിചിതമായതിന്റെ 1/6 മാത്രമാണ് അവിടെ ഗുരുത്വാകർഷണം. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അക്ഷര PM ചോദിച്ച ചോദ്യം വളരെ മനോഹരമായ ഒന്നാണ്. ചന്ദ്രനിലെ ഞങ്ങളുടെ കാൽപ്പാടുകൾ നശിക്കാതെ നിലനിൽക്കുമോ? എന്തുകൊണ്ടാണ് അത് നശിക്കാതെ നിലനിൽക്കുന്നത് എന്നതാണ് ചോദ്യം. ചന്ദ്രോപരിതലത്തിൽ ഞാനും ബേഴ്സും അവശേഷിപ്പിച്ച കാൽപ്പാടുകൾ വളരെക്കാലം നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രൻ അവയെ നശിപ്പിക്കാൻ അന്തരീക്ഷമോ കാലാവസ്ഥയോ ഇല്ല. കാറ്റ്, മഴ തുടങ്ങിയ പ്രതിഭാസങ്ങൾ ഒന്നും തന്നെയില്ല. അതിനാൽ അവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നിലനിൽക്കും. മറ്റൊരു ആകാശഗോളത്തിലേക്കുള്ള നമ്മുടെ ചരിത്രപരമായ ആദ്യ ചുവടുകളുടെ ശാശ്വതമായ സ്മാരകമായി അത് നിലകൊള്ളും. A ഡിവിഷനിൽ പഠിക്കുന്ന വിഘ്നേഷിന്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ എടുത്ത ചിത്രങ്ങളിൽ ഒന്നിലധികം നിഴലുകൾ കാണാം. സൂര്യപ്രകാശം മാത്രം ലഭിക്കുന്ന സ്ഥലത്തു എങ്ങനെയാണ് ഒന്നിലധികം നിഴലുകൾ ഉണ്ടാകുന്നത്? ചന്ദ്രന്റെ ഉപരിതലം പരുപരുത്തതാണ്, വളരെ അധികം പൊടിയാൽ മൂടപ്പെട്ടതുമാണ്. ഇത് വ്യത്യസ്ത ദിശകളിലേക്ക് പ്രകാശം വിതറുകയും സങ്കീർണമായ ഒന്നിലധികം നിഴലുകളെ സൃഷ്ടിക്കുകയും ചെയ്യും. കൂടാതെ ചന്ദ്രനിൽ പ്രകാശത്തിന്റെ ഉറവിടം സൂര്യൻ മാത്രമല്ല, ചന്ദ്രോപരിതലം, ബഹിരാകാശയാത്രിക സ്യൂട്ടുകൾ, ലാൻഡർ എന്നിവയിൽ നിന്ന് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. ഇത് ഒന്നിലധികം പ്രകാശ സ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഒന്നിലധികം നിഴലുകൾ ഉണ്ടാകുന്നു. ഇത് വളരെ നല്ല ഒരു ചോദ്യമാണ്. അമേരിക്കയുടെ പതാക ആടുന്നതായി കാണപ്പെടുന്നതിന് കാരണം അത് നിവർന്നിരിക്കാനായി ഒരു വടി പതാകയ്ക്ക് മുകളിലായി ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പതാക നാട്ടിയപ്പോൾ ഉണ്ടായ ഇളക്കം അത് ആടുന്നതിന് കാരണമായി. ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ ജഡത്വം കാരണം പതാക കുറച്ചു അധികം നേരം ചലിച്ചുകൊണ്ടിരുന്നു. ഇതുപോലെ ഞങ്ങളുടെ അപ്പോളോ മിഷൻ വെറും കെട്ടുകഥ ആണെന്നും മനുഷ്യൻ ശരിക്കും ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്നും വിശ്വസിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. അവർ ഉന്നയിക്കുന്ന മറ്റൊരു വാദമാണ് ചന്ദ്രനിൽ നിന്നും എടുത്ത ചിത്രങ്ങളിൽ നക്ഷത്രങ്ങളെ കാണുന്നില്ല എന്നുള്ളത്. ഇതിനു കാരണം ചന്ദ്രോപരിതലം സൂര്യനാൽ പ്രകാശപൂരിതമായതാണ്. നമ്മുടെ പകൽ സമയത്തെ ചിത്രങ്ങൾ പോലെ. പകൽ സമയത്ത് നമുക്ക് ആകാശത്തെ നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കുമോ? അതുപോലെയാണ് ഞങ്ങൾ ചന്ദ്രനിൽ നിന്നും എടുത്ത ചിത്രങ്ങളും. കൂടാതെ ബഹിരാകാശയാത്രികരെയും ചന്ദ്രന്റെ ഉപരിതലവും പകർത്താൻ ക്യാമറകളിലെ എക്സ്പോഷർ ക്രമീകരണങ്ങൾ സജ്ജമാക്കി. നക്ഷത്രങ്ങളിൽ നിന്നുള്ള താരതമ്യേന മങ്ങിയ വെളിച്ചം പിടിച്ചെടുക്കാൻ ഈ ക്രമീകരണങ്ങൾ വേണ്ടത്ര സെൻസിറ്റീവ് ആയിരുന്നില്ല. പറയുന്ന പോലെ അത്ര എളുപ്പം അല്ല സ്പേസ് യാത്രകൾ, ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞതാണ് അത്. സുനിത വില്യംസും വിൽമോറും സ്പേസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചുവരുന്നതിൽ കാലതാമസം എടുക്കുന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ. ജൂൺ 26 ആണ് അവർ തിരിച്ച ഭൂമിയിലേക്ക് വരാൻ നിശ്ചയിച്ചിരുന്നത്.
എന്നാൽ ചില സാങ്കേതിക തകരാറുകൾ മൂലം അവർ ഇപ്പോൾ സ്പേസ് സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ്. ഭാസ് 0.5 അവർ തിരിച്ചുവരുന്നതിനായി ഉപയോഗിക്കുന്ന സ്പേസ് റാഫ്റ്റിൽ ഹീലിയം വാതകത്തിന്റെ ചോർച്ച കണ്ടെത്തിയതിനാലാണ് അവർ തിരികെ വരാൻ താമസിക്കുന്നത്. എന്നാൽ ഈ പ്രശ്നം ഉടൻ പരിഹരിച്ചു അവരെ ഭൂമിയിൽ തിരിച്ചെത്തിക്കാൻ സാധിക്കും എന്ന് നാസ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പുതിയ പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തി ലഭിച്ച സമയം വളരെ നന്നായി ഉപയോഗിക്കുകയാണ് അവർ അവിടെ. സ്പേസിലെ കുറഞ്ഞ ഗുരുത്വാകർഷണ ബലത്തിൽ ചെടികൾക്ക് വളരാൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണങ്ങൾ അവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ നിരന്തരം ഭൂമിയുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇത്തരം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് ബഹിരാകാശ ദൗത്യം. എന്നാൽ അറിവ് നേടുന്നതിനും നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഇത്തരം ദൗത്യങ്ങൾ അത്യാവശ്യമാണ്. നിങ്ങൾക്കും ഇതുപോലെ ബഹിരാകാശ ദൗത്യങ്ങൾ നടത്താൻ സാധിക്കട്ടെ. ഞങ്ങളുടെ ചന്ദ്രദൗത്യം ഞാൻ ഒരാളുടെ മാത്രം അധ്വാനമല്ല, 4 ലക്ഷത്തിലധികം ആളുകൾ ഞങ്ങളുടെ ഈ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചു. സമൂഹം, സ്കൂളിലെ കുട്ടികളും ഇത്തരം ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗം ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ആശംസകളും. ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ശാസ്ത്രത്തോടും സാങ്കേതിക വിദ്യയോടും നന്ദി പറയുന്നു. നിങ്ങൾ എല്ലാവരും ശാസ്ത്രത്തെ സ്നേഹിക്കുക. ശാസ്ത്രം നിങ്ങളുടെ ജീവിതം വളരെ എളുപ്പമാക്കും. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും. നന്ദി.